ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനായിട്ട് വേണ്ടത് റവയാണ്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ റവയൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ റവ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഈ റവ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചോറാണ്. 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈനോ ഫ്രൂട്ട് സാൾട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ദോശക്കല്ല് വെച്ച് ചൂടായിട്ടുണ്ട്. ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്തു മാറ്റാം. നിങ്ങൾക്ക് തിരിച്ചിടണമെങ്കിൽ തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.